വിന്റർ ഇസ് കമ്മിങ് ഫോർ നോർത്ത് ഇന്ത്യ. നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസിലൊന്നും കാണുന്നത് പോലെ വൈറ്റ് വാക്കസ് ഒന്നും വരുന്ന വിന്റർ അല്ലെങ്കിലും ഇപ്രാവശ്യത്തെ വിന്റർ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഷായിരിക്കുന്നതാണ് ക്ലൈമറ്റോളജിസ്റ്റുകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പം നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എൽനിനോ വർഷമായത് കാരണം ഇപ്രാവശ്യം മഴ കുറവായിരിക്കും, അല്ലെങ്കിൽ ലാനിന വർഷമായത് കാരണം ഇപ്രാവശ്യം മഴ കൂടുതലായിരിക്കും എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, എന്താണ് എൽനിനോ, എന്താണ് ലാനിന, ഇതെങ്ങനെയാണ് ഇന്ത്യൻ ക്ലൈമറ്റിനെ ബാധിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ റൈസപ്പ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ പറയുന്ന എൽനിനോ അഥവാ അതുപോലെ തന്നെ ലാനിന എന്നീ ഫിനോമിനൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് റീജിയണൽ ആൻഡ് ഗ്ലോബൽ ക്ലൈമറ്റിനെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. എൽനിനോ എന്ന് പറയുന്നതും ലാനിന എന്ന് പറയുന്നതും പസഫിക് ഓഷ്യനിലെ എൻസോ സൈക്കിൾ അഥവാ എൽനിനോ സദേൺ ഓസിലേഷൻ സൈക്കിൾ എന്ന ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഫേസസ് ആണ്. 1890 1895 ഒരു കാലഘട്ടങ്ങളിൽ പെറു ഭാഗത്ത് ജീവിച്ചിരുന്ന, അതായത് സൗത്ത് അമേരിക്കൻ ഭാഗത്തുണ്ടായിരുന്ന ഫിഷർമെൻ ഒരു പ്രതിഭാസം നോട്ടീസ് ചെയ്തു. അത്രയും കാലം വളരെ കൂളായിരിക്കാറുള്ള അവരുടെ കോസ്റ്റൽ വാട്ടേഴ്സ് ക്രമാതീതമായി ചൂടാവുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഫിഷറീസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന അവർക്കാണെങ്കിൽ ആ വർഷങ്ങളിൽ, അതായത് ഈ പെറു കരണ്ട് അല്ലെങ്കിൽ പെറു ഭാഗത്തുള്ള കോസ്റ്റൽ വാട്ടേഴ്സ് ചൂടാവുന്ന പീരീഡ് അവരുടെ ഫിഷറീസ് വെൽത്ത് വളരെയധികം കുറയുന്നതായിട്ടും അവർ നോട്ടീസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നോട്ടീസ് ചെയ്തിരുന്ന ഈ ഒരു ഫിനോമിനനെ അവരിത് ക്രിസ്മസ് ചൈൽഡ് അഥവാ എൽ നീനോ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു 2 to 7 ഇയേഴ്സ് കൂടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ അവരുടെ കോസ്റ്റൽ വാട്ടേഴ്സിൽ ഉണ്ടാവുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു. സിമിലർലി ചില വർഷങ്ങളിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുന്നതായിട്ടും അവർ ശ്രദ്ധിച്ചു. ആ വർഷങ്ങളിൽ അവർക്ക് ഫിഷറീസ് വെൽത്ത് കൂടുന്നതായിട്ടും അതുപോലെ തന്നെ വാട്ടേഴ്സ് കമ്പാരിറ്റീവ്ലി കോൾഡ് ആയിരിക്കുന്നതായിട്ടും, സിമിലർലി വളരെ കോൾഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ കോൾഡ് വെതർ ആയിരിക്കും, വളരെ ഡ്രൈ കണ്ടീഷൻസ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നതായിട്ടും അവർ ശ്രദ്ധിച്ചു പോന്നു. അങ്ങനെ ഇവർ ഈ ഫിനോമിനനെ ലാനിന എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ എൽനിനോയും ലാനിനായും ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നത് അവിടുത്തെ ഫിഷർമെൻ ആയിരുന്നു. പിന്നെ ഇവഞ്ച്വലി ക്ലൈമറ്റോളജിസ്റ്റ് സ്റ്റഡീസ് ഒക്കെ അവിടെ പ്രോഗ്രസ് ചെയ്ത പീരീഡിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം പസഫിക് ഓഷ്യനിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ക്ലൈമറ്റോളജിസ്റ്റുകൾ കൺഫേം ചെയ്തു. അതിനോടൊപ്പം തന്നെ തുടർന്ന് വന്ന ഒരു 1900-1920 കാലഘട്ടങ്ങളിൽ നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യനെ കൊളണൈസ് ചെയ്ത പീരീഡ് ആയിരുന്നു. ആ പീരീഡിൽ ഇവർ എന്ത് ചെയ്തു, ഇന്ത്യൻ മൺസൂണിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യൻ മൺസൂൺ നമ്മൾക്കറിയാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. അപ്പോൾ ഇന്ത്യൻ മൺസൂൺ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ മൺസൂണിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ് ഈ പറയുന്ന ബ്രിട്ടീഷ് ക്ലൈമറ്റോളജിസ്റ്റുകൾ ശ്രമിച്ചത്. ആ അവസരത്തിൽ ഇവർക്ക് മനസ്സിലായി ട്രോപ്പിക്കൽ പസഫിക്കിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ കാരണം ഇന്ത്യൻ മൺസൂണിന് ചില ഇമ്പാക്ട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന്. അങ്ങനെ ഇവർ ആ പറയുന്ന അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. അപ്പം ഈ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രോപ്പിക്കൽ പസഫിക്കിൻ്റെ ഇക്വറ്റോറിയൽ ഭാഗത്തേക്ക് വരുന്നത് ഒരു ലോ പ്രഷറാണ്. സിമിലർലി ഇതിൻ്റെ മുകളിൽ രണ്ടിടത്തും ഇവിടെ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ എന്ന് പറയുന്ന ബെൽറ്റാണ്. ഇവിടെ ലോ പ്രഷറാണ്, അപ്പം തൊട്ട് മുകളിലായിട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. അതുപോലെ തന്നെ ഇവിടെയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. അപ്പോൾ വിൻഡ് എപ്പോഴും എന്ത് ചെയ്യും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും വീശുക. അപ്പം ഈ ഭാഗത്താണ് നമ്മുടെ ഈസ്റ്റേൺ പസഫിക് കിടക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ ഇപ്പോൾ പെറു അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക കിടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് വീശും, ഈസ്റ്റേൺ പസഫിക്കിൽ നിന്ന്, അതായത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വിൻഡ് മൂവ് ചെയ്യും. അപ്പോൾ ഈ വിൻഡിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ട്രേഡ് വിൻഡിൻ്റെ ഒരു പ്രത്യേക ചേഞ്ച് ഇൻ പാറ്റേൺ ഈ പറയുന്ന സയൻറ്റിസ്റ്റുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. ട്രേഡ് വിൻഡ് യൂഷ്വലി പസഫിക്കിൻ്റെ മുകളിൽ വീശും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇവിടെ എത്തിക്കഴിയുമ്പം ഇവിടെ ഉണ്ടാവുന്ന വാം എയർ റൈസ് ചെയ്ത് അത് അതിൻ്റെ മോയ്സ്ചർ പ്രസിപ്പിറ്റേഷനായിട്ട് താഴേക്ക് മഴ പെയ്യും. അതിൻ്റെ ശേഷം ഇതൊരു ഈസ്റ്റേർലി ആയിട്ട് ഈസ്റ്റേൺ ഭാഗത്തേക്ക് പോകും. കാരണം ഇവിടെ ട്രോപ്പിക്കൽ പസഫിക് ആണ്, നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഇവിടെ മുകളിലേക്ക് കാറ്റ് വീശുമ്പം കോറിയോലിസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് റൈറ്റ് സൈഡിലേക്കാണ് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ വിൻഡ് എന്താവും, ഈസ്റ്റേർലി ആയിട്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യും. അതിൻ്റെ ശേഷം ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ ശേഷം മുകളിൽ ഈ ഒരു ഈസ്റ്റേൺ പസഫിക്കിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഇവിടെയുള്ള കോൾഡ് വിൻഡ് താഴേക്ക് ഡിസെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സൈക്കിളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ സൈക്കിളിനെ സയൻറ്റിസ്റ്റുകൾ വിളിച്ചത് വാക്കർ സർക്കുലേഷൻ അല്ലെങ്കിൽ സദേൺ ഓസിലേഷൻ എന്നായിരുന്നു.
അപ്പം ഇത് രണ്ട് ഇൻഡിപെൻഡന്റ് ഫിനോമിനൻ ആയിട്ട് കണ്ടുപിടിച്ചു. കാരണം ഒന്ന് ഈ പറയുന്ന പെറു കരണ്ടിൽ ഓഷ്യനിൽ ഉണ്ടാവുന്ന ഫിനോമിനൻ ആയിരുന്നു, ഒന്ന് ട്രോപ്പിക്കൽ പസഫിക്കിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ഫിനോമിനൻ ആയിരുന്നു. ഒരു 1969 ആയപ്പോൾ ഒരു ജെർക്കിൻസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റും അദ്ദേഹത്തിന്റെ ടീമും ഈ പറയുന്ന രണ്ട് ഫിനോമിനനും കപ്പിൾഡ് ആണെന്ന് കണ്ടുപിടിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെറു കരണ്ട് എപ്പോഴൊക്കെ വീക്കൻ ആവുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഈ പറയുന്ന ഈസ്റ്റേൺ പസഫിക്കിലെ ചൂട് കൂടുന്നോ ആ വർഷങ്ങളിലൊക്കെ ട്രേഡ് വിൻഡ് കമ്പാരിറ്റീവ്ലി സാധാരണയിൽ നിന്നും വളരെ വീക്ക് ആവുന്നതായിട്ടും ഈ പറയുന്ന സൈക്കിളിന്റെ പ്രഷർ ഗ്രേഡിയന്റ് വല്ലാതെ കുറയുന്നതായിട്ടും ശ്രദ്ധിച്ചു വന്നു. അങ്ങനെയാണ് ഈ ഫിനോമിനൻ രണ്ടും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതായത് എപ്പോഴൊക്കെ ഇവിടെ പെറു കരണ്ട് വീക്കൻ ചെയ്യുന്നോ അപ്പോഴൊക്കെ ട്രേഡ് വിൻഡ് വീക്കൻ ചെയ്യും, ട്രേഡ് വിൻഡ് എപ്പോഴൊക്കെ വീക്കൻ ചെയ്യുന്നോ അപ്പോഴൊക്കെ പെറു കരണ്ട് വീക്കൻ ചെയ്യും. അങ്ങനെ ഇതിന്റെ ഒരു ആഡഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് ആണ് ഒരുമിച്ച് എൻസോ സൈക്കിൾ അല്ലെങ്കിൽ എൻസോ ഫിനോമിനൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇതാണ് ബേസിക്കലി എൻസോ സൈക്കിൾ. അപ്പോൾ ഈ എൻസോ സൈക്കിളിന് എൽനിനോ സദേൺ ഓസിലേഷൻ സൈക്കിൾ എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഇതിൽ ബോത്ത് ഓഷ്യനിലുള്ള ഫിനോമിനനായിട്ട് എൽനിനോയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഫിനോമിനനായിട്ട് സദേൺ ഓസിലേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 3 ഫേസസ് ആണ് മേജർലി നമുക്ക് പറയാൻ പറ്റുക. ഒന്ന് നോർമൽ കണ്ടീഷനാണ്. നോർമലി എങ്ങനെയാണ് ട്രേഡ് വിൻഡ് വീശുക, എന്തൊക്കെയാണ് ക്ലൈമറ്റ് ഇമ്പാക്ട്സ് ഇൻ ഓരോ റീജിയൻ എന്നുള്ളത്. രണ്ടാമതായിട്ട് എൽനിനോ ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ലാനിന ഫേസ് ഉണ്ട്. അപ്പോൾ ലാനിന ഫേസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ട്രേഡ് വിൻഡ് സ്ട്രെങ്തൻ ആവുന്നതാണ്. എൽനിനോ ഫേസ് എന്ന് പറയുന്നത് ട്രേഡ് വിൻഡ് വീക്കൻ ആവുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് എൽനിനോ സദേൺ ഓസിലേഷൻ എൻസോ സൈക്കിൾ എന്ന് നമ്മൾ ബേസിക്കലി വിളിക്കുന്നത്. ഇത് യൂഷ്വലി ഒരു 2 to 7 years ഗ്യാപ്പിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് മൺസൂണിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ഗ്ലോബൽ റീജിയനിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഫിനോമിനൻ അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങൾക്കും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ചിലപ്പം ഹെവി ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഹെവി ഡ്രൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫേസസ് ആയിട്ട് നമുക്ക് അടുത്തതായിട്ട് നോക്കാവേ. ഇപ്പം നോർമൽ കണ്ടീഷൻസിലേക്ക് വരുമ്പം നോർമൽ കണ്ടീഷൻ യൂഷ്വലി ആ ഒരു വാട്ടർ സർക്കുലേഷൻ ബേസിസ് തന്നെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് സൗത്ത് അമേരിക്ക. ഇവിടെ കാണുന്ന കരണ്ടാണ് പെറു കരണ്ട് എന്ന് പറയുന്ന കോൾഡ് കരണ്ട്. ഇതൊരു വളരെ കോൾഡ് കരണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റിലാണ് അതിപ്പോഴും ഒരു ഫിഷിംഗ് ഗ്രൗണ്ടായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോഴും സയന്റിസ്റ്റുകൾക്ക് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ് പെറു കരണ്ടിൻ്റെ വീക്കനിങ് ആണോ അതോ ട്രേഡ് വിൻഡിൻ്റെ വീക്കനിങ് ആണോ ആദ്യം സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ സയന്റിസ്റ്റുകൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലനേഷൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ഫിനോമിനൻ ആദ്യം എടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്ന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷറിലേക്കാണ് എന്ത് വീശുന്നത്, ട്രേഡ് വിൻഡ് വീശുന്നത്. അപ്പോൾ ഈ ട്രേഡ് വിൻഡ് ഇവിടെ നിന്ന് വീശുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള വാട്ടർ ഉണ്ടല്ലോ, ഈ പസഫിക്കിൻ്റെ ഈസ്റ്റേൺ പസഫിക്കിൻ്റെ ഭാഗത്ത് ഉള്ള വാട്ടറിനെ എന്താക്കും, ഈ പറയുന്ന വിൻഡ് ഇങ്ങോട്ട് ക്യാരി ചെയ്യും. വെസ്റ്റേൺ പസഫിക് അല്ലെങ്കിൽ സെൻട്രൽ പസഫിക് ഭാഗത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു വെള്ളത്തിൻ്റെ വോളിയം കുറയും, ഇവിടെ ഒരു ഡെഫിസിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി കൂടുതൽ വോളിയം ഇങ്ങോട്ടേക്ക് പോകും, ഇവിടെ കുറവ് വോളിയം വെള്ളത്തിന് ഉണ്ടാവുള്ളൂ. അപ്പം ഈ പറയുന്ന വോളിയത്തിൻ്റെ ഡെഫിസിറ്റ് ഉണ്ടാവുമ്പം ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി താഴെ നിന്ന് വെള്ളം എന്ത് ചെയ്യും, മുകളിലേക്ക് വരും. ഈ ഫിനോമിനനെയാണ് നമ്മൾ അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഓഷ്യൻ്റെ ലെയേഴ്സ് എന്ന് പറയുമ്പം ഓഷ്യൻ്റെ മുകളിൽ ഒരു സർഫസ് ലെയർ ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് ഒരു സബ് സർഫസ് ലെയർ ഉണ്ട്. അപ്പോൾ സർഫസ് ലെയറിലെ വെള്ളം എപ്പോഴും സൺലൈറ്റ് ഒക്കെ അടിച്ച് ചൂടായിട്ടുള്ള വെള്ളമായിരിക്കും. സബ് സർഫസിലാണ് ഈ പറയുന്ന കോൾഡ് വാട്ടർ ഉണ്ടാവുക. കോൾഡ് വാട്ടറിലാണ് പ്ലാങ്ക്ടൺസ് പോലെയുള്ള ന്യൂട്രിയൻസിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും താഴെയുള്ള സബ് സർഫസ് ലെയറിലുള്ള വാട്ടർ വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ട്രേഡ് വിൻഡ് ഈ സർഫസ് വാട്ടറിനെ ഈസ്റ്റേൺ പസഫിക്കിൽ നിന്ന് വെസ്റ്റേൺ പസഫിക് ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ താഴെയുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വെള്ളം എന്ത് ചെയ്യും, മുകളിലേക്ക് അപ്വെൽ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ കുറേ പ്ലാങ്ക്ടൺസും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഫിഷ് കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് വരും. അങ്ങനെയാണ് അതൊരു ഫിഷറീസ് ഗ്രൗണ്ടായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഈ സൗത്ത് അമേരിക്കൻ ഭാഗം ഫിഷറീസിന് വളരെ ഫേമസ് ആവുന്നതും. കാരണം ഈ ഒരു ഫിനോമിനൻ ഇവിടെ കോൺസ്റ്റന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള ഫിഷറീസും അതുപോലെ തന്നെ ഇവിടെയുള്ള ക്ലൈമറ്റ് എപ്പോഴും കോൾഡായിട്ടൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെൻട്രൽ പസഫിക്കിലേക്ക് വന്നു, അതുപോലെ തന്നെ വെസ്റ്റേൺ പസഫിക്കിലേക്കും വന്നു. ഇപ്പോൾ സെൻട്രൽ പസഫിക്കിൽ നമുക്കറിയാം ഇവിടെ വാം വാട്ടറാണ്, അതുപോലെ തന്നെ വെസ്റ്റേണിലേക്കും വാം വാട്ടറാണ്. അപ്പോൾ ട്രേഡ് വിൻഡ് ഇങ്ങോട്ടേക്ക് വീശുന്ന സമയത്ത് ഈ വാം വാട്ടർ എന്ത് ചെയ്യും, വെസ്റ്റേൺ പസഫിക് ഭാഗത്തേക്ക് വരും. ഈ വെസ്റ്റേൺ പസഫിക്കിലേക്ക് വരുന്ന വാം വാട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള എയർ മോളിക്യൂൾസിന് ചൂടാക്കും, അതുപോലെ തന്നെ എവാപൊറേറ്റ് ചെയ്യും മുകളിലേക്ക്. വളരെ ചൂടായിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനുള്ള മുകളിലുള്ള എയർ മോളിക്യൂൾസിന് ചൂടാക്കും. അതെങ്ങനെ ആ ഫിനോമിനൻ നമ്മൾ വിളിക്കുന്നത് കൺവെക്ഷൻ. ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളൊരു തിളയ്ക്കുന്ന അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറയുന്ന ചൂട്, അതായത് ഈ വെള്ളത്തിന്റെ ചൂട് മുകളിലുള്ള തന്മാത്രകളിലേക്ക്, അതായത് എയർ മോളിക്യൂൾസിലേക്ക് കൺവെക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഫിനോമിനനെയാണ് കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. സിമിലർ കാര്യം ഈ പറയുന്ന വെസ്റ്റേൺ പസഫിക്കിന്റെ ഭാഗത്ത് നടക്കും. കാരണം ഇവിടെ സർഫസ് ലെയറിലുള്ള വാം വാട്ടർ ആണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാം വാട്ടർ ഇവിടെ പൈലപ്പ് ചെയ്യും. സോ ഇവിടെ എന്ത് ചെയ്യും, മുകളിലുള്ള എയർ മോളിക്യൂൾസിനെ ഈ പറയുന്ന വാം വാട്ടർ ചൂടാക്കും. അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും, വാട്ടർ മോളിക്യൂൾസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വാം എയർ റൈസ് ചെയ്യും. വാം എയർ റൈസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്ത് ഇവിടെ എന്ത് കിട്ടും, ഹെവി പ്രസിപ്പിറ്റേഷൻ കിട്ടും. അങ്ങനെയാണ് വെസ്റ്റേൺ പസഫിക് ഭാഗത്ത് ഈ നോർമൽ ടൈമിൽ ഹെവി പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ മുകളിലേക്ക് പോയ എയർ മോയ്സ്ചർ ലൂസ് ചെയ്യും. മോയ്സ്ചർ ലൂസ് ചെയ്തതിൻ്റെ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോറിയോളിസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇത് റൈറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഈസ്റ്റേൺ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന വിൻഡ് മൂവ് ചെയ്യും. ഈ വിൻഡ് മൂവ് ചെയ്ത് മോയ്സ്ചറൊക്കെ ലൂസ് ചെയ്ത് കോൾഡ് ആൻഡ് ഡ്രൈ വിൻഡ് താഴേക്ക് ഡെസെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വിൻഡ് എന്ന് പറയുന്നത് വളരെ കോൾഡ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷനിൽ കോൾഡ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. അതിനോട് വിപരീതമായിട്ട് വെസ്റ്റേൺ പസഫിക് ഭാഗത്ത് എപ്പോഴും ഒരു വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നോർമൽ കണ്ടീഷനിൽ ട്രേഡ് വിൻഡിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ എൻസോ ഫിനോമിനനിൽ നടക്കുന്നുണ്ടാവുക. അപ്പം ഇതിലൊരു ചേഞ്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക, എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസവും അതുപോലെ തന്നെ ലാനിന എന്ന് പറയുന്ന പ്രതിഭാസവും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ചേഞ്ച് നോക്കുമ്പം എൽനിനോയിലേക്ക് വരികയാണെങ്കിൽ എൽനിനോയിൽ എന്താണ് ആദ്യം സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൽനിനോയിൽ എന്താണ് ആദ്യം സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾക്ക് ക്ലിയർ അല്ല. അപ്പം ഈ പെറു കറണ്ട് വീക്കൻ ആവുകയാണോ അതോ ട്രേഡ് വിൻഡ് വീക്കൻ ആവുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് അത്ര ക്ലിയർ അല്ല. അപ്പം ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് ഇനീഷ്യലി ഈ പറയുന്ന ട്രേഡ് വിൻഡ് വീക്കൻ ആവും. അതായത് ട്രേഡ് വിൻഡ് നേരത്തെ നോർമൽ കണ്ടീഷനിൽ നിന്നും വളരെ ശക്തി കുറഞ്ഞ രീതിയിലേ വീശുള്ളൂ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ട്രേഡ് വിൻഡ് റിവേഴ്സ് ആയിട്ട് വീശാൻ വേണ്ടി തുടങ്ങും. റിവേഴ്സായി വീശുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെയുള്ള വെള്ളമായിരിക്കും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്ര ശക്തിയിൽ എന്ത് ചെയ്യില്ല, ഇവിടെയുള്ള വാം വാട്ടർ വെസ്റ്റേൺ പസഫിക്കിലേക്ക്, അതായത് ഈസ്റ്റേൺ പസഫിക് ഭാഗത്തെ വാം വാട്ടർ വെസ്റ്റേൺ പസഫിക് ഭാഗത്തേക്ക് പോവില്ല. അപ്പോൾ എന്ത് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്വെല്ലിങ് നേരത്തെ അത്രയും, അതായത് നോർമൽ കണ്ടീഷനിലുള്ള അത്രയും ശക്തിയിൽ നടക്കില്ല. ഈ അപ്വെല്ലിങ് നോർമൽ കണ്ടീഷനിൽ അത്രയും ശക്തിയിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ പെറു കറണ്ടിൻ്റെ സ്ട്രെങ്ത് വളരെയധികം കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെറു കറണ്ടിൻ്റെ സ്ട്രെങ്ത് അവിടെ കുറയുമ്പോൾ അപ്വെല്ലിങ് നടക്കില്ല, കോൾഡ് ന്യൂട്രിയൻ റിച്ച് വാട്ടർ മുകളിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഫിഷറീസ് വെൽത്ത് വല്ലാതെ കുറയും. പിന്നെ കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ഈസ്റ്റേൺ പസഫിക് ഭാഗത്ത് ചൂട് കൂടുതലായിരിക്കും, വാം വാട്ടർ ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് കാറ്റ് വീശാത്തത് കൊണ്ട് തന്നെ വെസ്റ്റേൺ പസഫിക് ഭാഗത്തെ വെള്ളം കമ്പാരിറ്റീവ്ലി ചൂട് കുറവായിരിക്കും. അപ്പോൾ ഈ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഈ മുകളിലുള്ള എയർ മോളിക്യൂൾസും അതുപോലെ തന്നെ ഇവിടെയുള്ള വെള്ളവും തമ്മിലുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല എന്ന് വെച്ചാൽ അവിടെയുള്ള മഴ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ചില വർഷങ്ങളിൽ മഴ പെയ്യില്ല. അപ്പം എന്താ ഉണ്ടാവുക, വെസ്റ്റേൺ പസഫിക് ഭാഗത്ത് ഡ്രോട്ട് ഉണ്ടാവും. സിമിലർലി ഈസ്റ്റേൺ പസഫിക്കിൽ ചൂട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ എവാപ്പറേഷൻ നടക്കും. അവിടെ ചില കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ഉണ്ടാവും, ചിലപ്പം മഴ പെയ്യും. ഇവിടെയുള്ള ക്ലൈമറ്റിനെ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ വെസ്റ്റേൺ പസഫിക്കിൽ, അതായത് നോർമൽ കണ്ടീഷനിൽ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിനോമിനനാണ് എൽനിനോ കണ്ടീഷനിൽ വെസ്റ്റേൺ പസഫിക്കിലും ഈസ്റ്റേൺ പസഫിക്കിലും നടക്കുക. അപ്പോൾ സാധാരണ നോർമൽ കണ്ടീഷനിൽ എന്താണോ നടക്കേണ്ടിയിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ രണ്ട് ഭാഗങ്ങളിലും നടക്കുക. ഇത് ഇന്ത്യൻ മൺസൂണിലേക്കുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പസഫിക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തുകൊണ്ടും ഇന്ത്യൻ ഓഷ്യനുമായിട്ട് പസഫിക് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പസഫിക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പല സമയങ്ങളിലും ഇന്ത്യൻ ഓഷ്യനിലേക്കും ഇമ്പാക്റ്റ് ആവാറുണ്ട്. അങ്ങനെയാണ് എൽനിനോ വർഷങ്ങളിൽ യൂഷ്വലി ഇന്ത്യൻ മൺസൂണിൽ, അതായത് ഈ ഭാഗത്തേക്ക് ചൂട് കൂടുതൽ വരും, വാം വാട്ടർ വരും, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ വരും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ, അതായത് ലാൻഡും ഓഷ്യനും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിൽ ചിലപ്പം ചേഞ്ച് ഉണ്ടാവും. അപ്പം ആ ഒരു ടെമ്പറേച്ചർ കോൺട്രാസ്റ്റിൻ്റെ ബേസിലാണ് ഇന്ത്യൻ മൺസൂൺ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓഷ്യൻ്റെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കുന്ന സമയത്ത് ലാൻഡും ഓഷ്യനും തമ്മിലുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മൺസൂൺ എൽനിനോ പീരീഡിൽ വീക്കൻ ആവുക ചെയ്യുക. അതായത് വെസ്റ്റേൺ പസഫിക്കിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട്സ് കുറച്ചുകൂടി ഒരു കുറഞ്ഞ രീതിയിലായിരിക്കും ഈ പറയുന്ന ഇന്ത്യൻ ഭാഗത്തേക്ക്, അതായത് സൗത്ത് ഏഷ്യ ഭാഗത്തേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതാണ് ഈ പറയുന്ന എൽനിനോ ഫിനോമിനനിൽ നടക്കുന്നുണ്ടാവുക. അപ്പോൾ എൽനിനോ ബേസിക്കലി നേരത്തെ നോർമൽ കണ്ടീഷനിൽ നിന്ന് എങ്ങനെയാണ്
നമ്മുടെ വിൻഡ് റിവേഴ്സ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൽനിനോയിൽ നടക്കുന്നത്. എൽനിനോൻ്റെ റീജിയണൽ ഇമ്പാക്ട്സ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന സൗത്ത് അമേരിക്കയിൽ കോൾഡ് ആൻഡ് ഡ്രൈ ആയിരിക്കേണ്ട സൗത്ത് അമേരിക്ക എന്തായി, വാം ആൻഡ് വെറ്റായി. അപ്പോൾ നമുക്കിവിടെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൽനിനോ ആദ്യം ഒബ്സർവ് ചെയ്തത് പെറുവിലുള്ള അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലുള്ള ഫിഷർമെൻ ആയിരുന്നു. അത് ഇവിടെയുള്ള ഓഷ്യൻ്റെ ചൂട് കമ്പാരിറ്റീവ്ലി കൂടുന്നതായിട്ടാണ് അവർ ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൽനിനോ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിൽ ചൂട് കൂടുന്ന ഒരു കണ്ടീഷനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈസ്റ്റേൺ പസഫിക്കിൽ ചൂട് കൂടുന്ന കണ്ടീഷനായിട്ട് എൽനിനോ എടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തായാലും വെസ്റ്റേൺ പസഫിക്കിൽ നടക്കുക. അപ്പോൾ വെസ്റ്റേൺ പസഫിക് എപ്പോഴും ഡ്രൈ ആയിരിക്കും, അതുപോലെ കമ്പാരിറ്റീവ്ലി വെറ്റായിരിക്കില്ല, അതായത് മഴ പെയ്യില്ല, ഡ്രൗട്ട് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ വെസ്റ്റേൺ പസഫിക് ആണ്. അപ്പോൾ വെസ്റ്റേൺ പസഫിക്കിൽ അവിടെ ബുഷ് ഫയർ, അതുപോലെ തന്നെ ഡ്രൈ കണ്ടീഷൻസ്, ഡ്രോട്ട്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. വെസ്റ്റേൺ അമേരിക്കാസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോംസും അതുപോലെ തന്നെ റെയിൻഫോളും ഫ്ലഡൊക്കെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ, സൗത്ത് ഏഷ്യ ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതലും മൺസൂൺ വീക്കൻ ആവുക, അതായത് വെസ്റ്റേൺ പസഫിക്കിലുള്ളതിൻ്റെ ഇമ്പാക്റ്റ് മൺസൂണിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. ഇത്രയും കാര്യങ്ങളാണ് എൽനിനോൻ്റെ റീജിയണൽ ഇമ്പാക്ട്സ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ലാനിനയിലേക്ക് വരുമ്പം, ലാനിന എന്ന് പറയുമ്പം എൽനിനോൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ നടക്കുക. ലാനിനയിൽ നോർമൽ കണ്ടീഷനേക്കാളും എന്ത് സംഭവിക്കും, ട്രേഡ് വിൻഡ് കൂടുതൽ സ്ട്രോങ് ആവുക ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രേഡ് വിൻഡ് സാധാരണ വീശുന്നതിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ട് വീശും. അപ്പം കുറേ വെള്ളം അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, വെസ്റ്റേൺ പസഫിക് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ സൗത്ത് അമേരിക്കൻ ഭാഗത്ത് പെറു കറണ്ട് കൂടുതലായിട്ട് അപ്വെല്ലിംഗ് നടക്കും. അപ്വെല്ലിംഗ് വളരെ കൂടുതലായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പെറു കറണ്ട് വളരെ സ്ട്രോങ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പം യൂഷ്വലി കോൾഡ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള നോർമൽ കണ്ടീഷനിൽ നിന്നും വളരെ സിവിയർ കോൾഡ് വേവിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന സൗത്ത് അമേരിക്കൻ ഭാഗം പോകും. അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക ആ ഭാഗത്തേക്കാണെങ്കിലും കൂടുതൽ കോൾഡ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നോർമൽ കണ്ടീഷനിൽ നിന്നും കൂടുതൽ വാം വാട്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറും ഓഷ്യനുമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് എയർ റൈസ് ചെയ്യും. എയർ വളരെ കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ക്യാരി ചെയ്ത് ഈ പറയുന്ന വെസ്റ്റേൺ പസഫിക്കിൻ്റെ മുകളിലത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് റൈസ് ചെയ്യും. അവിടെ വളരെ ശക്തമായ മഴ പെയ്യും. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഭാഗത്തൊക്കെ ആയിട്ട് വെസ്റ്റേൺ പസഫിക് ഭാഗത്ത് ഫ്ലഡ്, അതുപോലെ തന്നെ വളരെ സിവിയർ റെയിൻഫോളൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ വിൻഡ് മോയ്സ്ചർ ലൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് കോൾഡ് ആൻഡ് ഡ്രൈ ആവും. അത് കോൾഡ് ആൻഡ് ഡ്രൈ വിൻഡ് ഡെസെൻഡ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ സിവിയർ കോൾഡ് വേവ് കണ്ടീഷൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം ഈ സമയത്ത് അപ്വെല്ലിംഗ് വളരെ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഫിഷറീസിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ വളരെ സിവിയർ റെയിൻഫോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ സൗത്ത് ഏഷ്യൻ ഭാഗത്തും ഇന്ത്യൻ മൺസൂണിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മൺസൂൺ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൽനിനോൻ്റെയും ലാനിനേൻ്റെയും ഒരു ഗ്ലോബൽ വെതർ പാറ്റേണിലുള്ള ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ സംബന്ധിച്ചിടത്തോളം ലാനിന എന്ന് പറയുന്നത് വളരെ സിവിയർ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചും കൂടി നമുക്ക് ഒരു കാരണമായിട്ട് പറയാം. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് പസഫിക്കിലൊക്കെ ഈ പറയുന്ന സിവിയർ ട്രേഡ് വിൻഡിൻ്റെ സ്ട്രെങ്തനിങ്ങും അതുപോലെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല ഇമ്പാക്റ്റുകളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തിൽ ലാനിന വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം നമ്മളിപ്പോൾ എൻസോയും അതുപോലെ തന്നെ മൺസൂണും തമ്മിലുള്ള ഒരു കോറിലേഷൻ നോക്കുകയാണെങ്കിൽ എൻസോ കണ്ടുപിടിച്ചതിൻ്റെ ശേഷം ഈ പറയുന്ന സയൻറ്റിസ്റ്റുകൾ മൺസൂണിനോടുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ പല സമയങ്ങളിലും ഇവരെന്ത് ചെയ്തു, 1990s ഒക്കെ ആയപ്പോഴും അതുപോലെ തന്നെ 1980s ഈ പറയുന്ന കപ്ലിംഗ് എഫക്റ്റ് ഒക്കെ കണ്ടുപിടിച്ചപ്പോഴും മൺസൂണിൽ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷെ പലപ്പോഴും ലാനിന ഇവൻറ്റ്സ് അല്ലെങ്കിൽ എൽനിനോ ഇവൻറ്റ്സിനോടനുബന്ധിച്ച് മൺസൂണിൽ എക്സ്പെക്റ്റഡ് സ്ട്രെങ്ത് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും വീക്കൻ ആവാതിരിക്കുക, ചിലപ്പോൾ നമുക്ക് നല്ല മൺസൂൺ കിട്ടുന്ന കാലങ്ങളിൽ എൽനിനോ ഉണ്ടാവുന്നതായിട്ടും ചിലപ്പോൾ വീക്ക് മൺസൂൺ കിട്ടുന്ന കാലങ്ങളിൽ ലാനിന ഉണ്ടാവുന്നതായിട്ടൊക്കെ ഒബ്സർവ് ചെയ്ത് വന്നിരുന്നു. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൺസൂണിൻ്റെ ഇമ്പാക്റ്റ്, മൺസൂൺ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. മൺസൂണിൻ്റെ
കാരണം എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം എന്താണെന്നോ ഇപ്പോഴും നമുക്ക് കൂടുതലായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നത് ക്ലൈമറ്റോളജിസ്റ്റുകളെ എപ്പോഴും വളരെ ക്യൂരിയസ് ആക്കുന്ന ഒരു ഫിനോമിനനാണ്. അപ്പോൾ ഇതിൻ്റെ പല ഫാക്ടേഴ്സും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ തന്നെ ഉണ്ടാവുന്ന പല ഫിനോമിനൻസും മൺസൂണിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓഷ്യനിലെ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസുകളും ഇന്ത്യൻ മൺസൂണിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലാനിന എൽനിന ഉണ്ടാകുമ്പം എപ്പോഴും ഈ പറയുന്ന മൺസൂൺ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം ലാനിന ഉണ്ടാവുന്ന വർഷങ്ങളിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കുറവാണെങ്കിൽ മൺസൂൺ ചിലപ്പം വീക്കൻ ആവാം, അല്ലെങ്കിൽ എൽനിന ഉണ്ടാകുമ്പോൾ വൈസ് വേഴ്സ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ലാനിന ഓർ എൽനിനോ മൺസൂണിൽ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും പസഫിക്കിൽ ഉണ്ടാവുന്ന പല ചെറിയ പ്രഷർ ചേഞ്ചുകൾ വരെ നമുക്കിവിടെ സൈക്ലോൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് പസഫിക്കിൽ ഉണ്ടാകുന്ന ഇത്രയും വലിയൊരു ഫിനോമിന ഗ്ലോബലി ക്ലൈമറ്റിനെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മൺസൂണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഒരു മൺസൂൺ എൻഡ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിലിപ്പോഴും റിസർച്ച് ഓൺഗോയിങ് ആണ്, എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവഞ്ച്വലി നമ്മുടെ ക്ലൈമറ്റോളജിസ്റ്റുകൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് ഹോപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ലാനിനേൻ്റെ ഒരു സിവിയർ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ള അബണ്ടൻറ്റ് മൺസൂൺ ഉണ്ടാകുമ്പം ഒരുപക്ഷെ നമ്മുടെ റാബി ക്രോപ്പുകളൊക്കെ ചിലപ്പം ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 to 40% ഒക്കെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൽ റിഡക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ സയൻറ്റിസ്റ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മൺസൂൺ എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, അതുപോലെ തന്നെ നമ്മുടെ റെയിൻഫോൾ ഡെഫിസിറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു വിധത്തിലൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻഫോൾ കാരണം പലപ്പോഴും പല സ്ഥലത്തും ഫ്ലഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ സിവിയർ കോൾഡ് വേവ്, നമുക്കറിയാം ഡൽഹിയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വളരെ സിവിയർ ആയിരുന്നു കോൾഡ് വേവ്. അപ്പോൾ ഇപ്രാവശ്യം അതിലും സിവിയർ ആവാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് എനർജി, ഈ ഹീറ്റേഴ്സും ഗേസേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് എനർജി കൺസംഷൻ വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു എനർജി പോവർട്ടി ലെവലിലൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇത് വളരെ അഫോർഡബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു അപ്പർ ക്ലാസ്സിനായിരിക്കും ഈ പറയുന്ന ഹീറ്ററുകളും അതുപോലെ തന്നെ ഗേസേഴ്സും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ ലോവർ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വളരെ ഡിസീസ് പ്രോൺ ആയിരിക്കും. കാരണം കോൾഡ് ടൈം എന്ന് പറയുന്നത് ബാക്ടീരിയാസിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ വൈറസുകളൊക്കെ പോലെയുള്ള അണുക്കൾക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പീരീഡാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ഡിസീസ് പ്രോൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വലിയ പബ്ലിക് ഹെൽത്ത് എമർജൻസിയാണ് മേ ബി ഇന്ത്യനെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് തുടങ്ങണം എന്നുള്ളതാണ് ഇതിൻ്റെ മുന്നേയുള്ള പ്രഡിക്ഷനിലൂടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അർബൻ ഫ്ലഡിങ് പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ ഇനി ഫേസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പം അതാണ് ലാനിനാസ് ഇമ്പാക്ട്സ് ഓൺ ഇന്ത്യ എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻസോ സൈക്കിൾ, അതുപോലെ തന്നെ എൽനിനോ, ലാനിന, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ഗ്ലോബൽ ക്ലൈമറ്റ് ആൻഡ് എസ്പെഷ്യലി ഇന്ത്യയിൽ ഇപ്രാവശ്യത്തെ ലാനിന ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചിലപ്പം ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് എമർജൻസിയും അതുപോലെ തന്നെ നമ്മുടെ എനർജിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കമ്മിങ് വൈറ്റ് വാക്കേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പസഫിക് ഓഷ്യനിൽ ഈ പറയുന്ന എൽനിനോ അല്ലെങ്കിൽ ലാനിന ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലും ഒരു സിമിലർ ഫിനോമിനൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിനെ പറ്റി അറിയാമെങ്കിൽ, ഈ പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഇന്ത്യൻ ഓഷ്യനിലെ രണ്ട് സൈഡിലും ഉണ്ടാകുന്ന ഈ ഒരു ഫിനോമിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ മൺസൂണും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ഗ്ലോബൽ വെതറൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയും ഇങ്ങനെ ഒരു നല്ല ടോപ്പിക്കുമായിട്ട് റൈസപ്പ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. താങ്ക് യു.